ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് വിൻഡോസ് ഓഫ് നോളജ്, അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യണം? ആ ഒരു വീഡിയോ കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഐയെ കുറിച്ച് പറഞ്ഞാണ്. നമ്മൾ സെക്കൻഡ് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് ഐ ആണ്. തേർഡ് നമ്മൾ പഠിച്ചത് പാർട്സ് ഓഫ് ഐ ആണ്. ഫോർത്ത് നമ്മൾ അതിന്റെ ലാബലിംഗ് പഠിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് നമ്മൾ കണ്ണിൽ കാണുന്ന ഫ്ലൂയിഡ്സ്, അതായത് ഫ്ലൂയിഡ്സ് ഇൻ ദ ഐയും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതിയ ടോപ്പിക്, അതായത് ആ ഒരു പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. അതായത് നമ്മളെ കണ്ണിലേക്ക് എന്ത് വരുന്നുണ്ട്? ലൈറ്റ് വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് മിസ് ഒരു കാര്യം പറയാണ്. നമ്മുടെ പാരൻസ് പൊതുവെ പറയാറുണ്ട്, അതായത് നമ്മൾ നൈറ്റ് കുറേ ടൈം ഇങ്ങനെ റീൽസോ എന്തൊക്കെ കണ്ടിരിക്കുമ്പോൾ പാരൻസ് പറയാറുണ്ട്. എന്താ പറയാറ്? കുറേ ടൈം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ കണ്ണിന് ദോഷമായി ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും അത് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളത് കെയർ ചെയ്യാറില്ല. ശരിയല്ലേ? നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. പക്ഷെ അവർ പറയുന്നതിലും കാര്യമുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. The entry of large amount of light is harmful to the tissues of eyes. അതായത് നമ്മുടെ കണ്ണിലേക്ക് കുറേ എമൗണ്ട് ഓഫ് ലൈറ്റ് എത്തുന്ന സമയത്ത് എന്താവുന്നുണ്ട്? നമ്മുടെ ടിഷ്യൂസ് ഓഫ് ഐ, നമ്മുടെ കണ്ണിന്റെ ടിഷ്യൂസിന് അത് ദോഷമാണ്, അല്ലെങ്കിൽ ഹാംഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ പാരൻസ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. Next, iris and aperture at its center called pupil regulate the amount of light falling on the eyes. നമ്മൾ parts of eye പഠിച്ചതാണ്. അവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ഐറിസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്യൂപ്പിളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐറിസ് ആൻഡ് പ്യൂപ്പിൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് എത്തുന്നുണ്ട്. അതിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ആര്? ഒന്ന് നമ്മുടെ ഐറിസ് എന്ന് പറയുന്നത്, രണ്ട് നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിയടാ, എന്താണ് ഇവിടെ കാണുന്നത്? നമ്മുടെ രണ്ട് കണ്ണ് ഇവിടെ കാണുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്? അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് നമ്മുടെ ഡിം ലൈറ്റിൽ എന്ത് ചേഞ്ച് ആണ് നമ്മുടെ പ്യൂപ്പിളിൽ ഉള്ളത്, അതുപോലെ ബ്രൈറ്റ് ലൈറ്റിൽ എന്ത് ചേഞ്ച് ആണ് നമ്മുടെ പ്യൂപ്പിളിൽ ഉള്ളത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഡിം ലൈറ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്താണ്? കുറച്ച് വലുതായിട്ടാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് ബ്രൈറ്റ് ലൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു പ്യൂപ്പിൾ എന്ന് പറയുന്നത് കുഞ്ഞാണ്, ചെറുതാണ്. നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മസിലിന്റെ കേസാണ്. അതായത് നമ്മുടെ ഡിം ലൈറ്റിൽ നമ്മുടെ റേഡിയൽ മസിലാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ഫിഗർ ഉണ്ട്, അതിലിവിടെ നമ്മൾ ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ റേഡിയൽ മസിലാണ് ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്നത്. എന്തിന്റെ കേസിൽ? ഡിം ലൈറ്റിന്റെ കേസിൽ. നേരെ മറിച്ച് നമ്മുടെ ബ്രൈറ്റ് ലൈറ്റിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ മസ്കുലർ മസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്താണ് ഒരു മസ്കുലർ മസിൽ കാണുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിമ്പിളൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട്. ഇതാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യുക? മനസ്സിലാക്കി ഒന്ന് പഠിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഡിം ലൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് വ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ണിന് കുറച്ച് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുക? അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, നമ്മുടെ ഡോക്ടർ എന്താണ് പറയാറ്? ഡിം ലൈറ്റിൽ നമ്മളൊന്നും വ്യൂ ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ഡി എന്ന് പറയുന്നത് ഡിം ആണ്, ആർ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയൽ മസിലാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ, അതായത് ബ്രൈറ്റ് ലൈറ്റിന്റെ കേസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് മിസ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ
പറഞ്ഞതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമുണ്ടല്ലോ, അതിനെ ഒന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. The size of pupil is regulated by the action of circular muscles and radial muscles. അതായത് നമ്മളെ പ്യൂപ്പിൾ ഉണ്ടല്ലോ, അതിന്റെ സൈസ് എന്തിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്? നമ്മുടെ റേഡിയൽ മസിലും സർക്കുലർ മസിലിന്റെയും ആക്ഷൻ മൂലം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമ്മുടെ പ്യൂപ്പിളിനും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ്, when the radial muscles contract in dim light, the size of pupil increases. അതായത് നമ്മുടെ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. When the circular muscles contract in intense light, the size of the pupil decreases. അതായത് നമ്മുടെ സർക്കുലർ മസിൽ ഉണ്ടല്ലോ, അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതാവുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. Next, test the amount of light falling on the lens is regulated according to the intensity of light. അതായത് നമ്മുടെ ലൈറ്റിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് ആര് ഫാൾ ചെയ്യുന്നത്? The amount of light ഫാൾ ചെയ്യുന്നത്. Thus, the amount of light falling on the lens is regulated according to the intensity of light. Intensity എന്ന് വെച്ചാൽ എന്താണ്? തീവ്രതയാണ്. അതായത് നമ്മുടെ intensity of light എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? The amount of light falling on ലെൻസ്, നമ്മുടെ ലെൻസിലേക്ക് വീഴുന്ന ആ ഒരു ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? പെട്ടെന്ന് പറഞ്ഞോ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇമേജ് ആണ്. അതായത് ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The curvature of cornea and lens help light rays which reflects from an object to get focused on retina. നമ്മൾ കോർണിയ പഠിച്ചതാണ്, ആ ടൈമിൽ പറഞ്ഞതാണ്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൈറ്റ് റേസിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ റെറ്റീനയിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് നമ്മുടെ കോർണിയ ആൻഡ് ലെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൈറ്റ് റേസിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. എവിടുന്ന്? ഒബ്ജക്റ്റിൽ നിന്നും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ റെറ്റീന, നമ്മുടെ റെറ്റീനയിൽ ഫോക്കസ് ചെയ്യിക്കുന്നുണ്ട്. ആര്? ഒന്ന് നമ്മുടെ ലെൻസ് ആണ്, മറ്റൊന്ന് നമ്മുടെ കോർണിയയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് വീണ്ടും ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് മിസ് ഒരു പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് കാണുകയാണ്, വ്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഐ പാർട്സിന് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക, അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മൾ ഒരു നിയർ ബൈ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഐ പാർട്സിന് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക, അത് എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു പിക്ചർ എന്ത് ചെയ്യണം? നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ടേബിൾ കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ക്ലിയർ അല്ലേ? എന്ത് ചെയ്യണം? ഈ ഒരു പിക്ചർ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നിയർ ബൈ ഒബ്ജക്റ്റിന്റെ കേസാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫസ്റ്റ് നമ്മുടെ സീലറി മസിൽസിന്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സീലറി മസിൽസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മുടെ സീലറി മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? നിയർ ബൈ ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലിഗമെന്റ്സിന്റെ കേസാണ്. ഇതാണ് നമ്മുടെ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? റിലാക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിയർ ബൈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മുടെ ലിഗമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, കർവേച്ചർ ഓഫ് ലെൻസ്. ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഈ ലെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ബൾജ് ചെയ്തിട്ടുണ്ട്, അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസ് എന്തായിട്ടുണ്ട്? ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇവിടെ ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ഒന്ന് എഴുതണം. ഇൻക്രീസ് എന്ന് നമ്മൾ എഴുതണം.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്താവും? നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? കുറയും. എന്ത് ചെയ്യാ? ഡിക്രീസ് എന്ന് എഴുതി വെക്കുക. ഡിക്രീസ് എന്ന് എഴുതി വെക്കുക. അതായത് നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താവും? നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്താവും? ഡിക്രീസ് ചെയ്യും. അത് രണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ കേസിൽ സീലറി മസിൽസ് ആണ് നോക്കുന്നത്. സീലറി മസിൽസ് എങ്ങനെയാണുള്ളത്? അതൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലറി മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ലിഗമെന്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെന്താ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. അതായത് നമ്മളൊന്ന് വൈഡ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുക. അപ്പൊ നമ്മുടെ ലിഗമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കർവേച്ചർ ഓഫ് ലെൻസ്. നമ്മുടെ ലെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ലെൻസിന്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിട്ടുണ്ട്. അതായത് കർവേച്ചർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് എന്താവും? നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. അതായത് അത് രണ്ടും ഓപ്പോസിറ്റ്ലി ആണ് വരുന്നത്. അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ആവും. ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിരുത്തി ഒന്ന് വായിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റത് ഓട്ടോമാറ്റിക് എഴുതാൻ സാധിക്കും. അതായത് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.